ഒരു പ്രത്യേക ആവശ്യത്തിനായി ശേഖരിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളുടെ കൂട്ടമായ ഡാറ്റാബേസിന്റെ ചെറിയ രൂപങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇനി OpenOffice.org ഡാറ്റാബേസ് ഉപയോഗിച്ച് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ ഓഫീസ് OpenOffice.org ഡാറ്റാബേസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് OpenOffice.org ഡാറ്റാബേസ് തുറക്കുക. സെലക്ട് ഡാറ്റാബേസ് എന്നതിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡ് എന്നതിൽ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം തയ്യാറാക്കുന്ന ഡാറ്റാബേസ് സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഒരു പേര് നൽകി ഡാറ്റാബേസ് സേവ് ചെയ്യുക. ഇപ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ടേബിൾ എന്നത് സെലക്ട് ചെയ്ത് കാണപ്പെടുന്നു. ഒരു ടേബിൾ നിർമ്മിക്കാൻ 3 ഓപ്ഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വളരെ ലളിതമായ രൂപത്തിൽ നമുക്കൊരു ടേബിൾ നിർമ്മിക്കാം. തുറന്നു വരുന്ന ജാലകത്തിൽ ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ കാണാം. ഫീൽഡ് നെയിം എന്നിടത്ത് നാം നൽകുന്ന ദത്തത്തിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഉദാഹരണമായി അഡ്മിഷൻ നമ്പർ. അത് ഏത് തരത്തിലുള്ള വിവരമാണെന്നത് ഫീൽഡ് ടൈപ്പ് എന്നതിൽ നമുക്ക് നൽകാം. അഡ്മിഷൻ നമ്പർ ഒരു സംഖ്യാപരമായ വിവരമായതിനാൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്പർ ന്യൂമറിക് എന്നത് സെലക്ട് ചെയ്യുക. ക്ലാസ് അതും സംഖ്യാപരമായ വിവരമായതിനാൽ നമ്പർ ന്യൂമറിക് എന്നത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ആവശ്യമായ വിവരങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്ത് നൽകുക. ഇനി ഏതെങ്കിലും ഒരു വിവരത്തെ പ്രൈമറി കീയായി നിർവചിക്കേണ്ടതുണ്ട്. ആവർത്തിക്കപ്പെടുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത ഒരു വിവരമാണ് പ്രൈമറി കീയായി നിർവചിക്കേണ്ടത്. ഇവിടെ നമുക്ക് അഡ്മിഷൻ നമ്പറിനെ പ്രൈമറി കീയായി നിർവചിക്കാം. ഇതിനായി അഡ്മിഷൻ നമ്പറിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ചതുരത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൈമറി കീ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു താക്കോലിന്റെ ചിഹ്നം അതിന്റെ ഇടതുഭാഗത്തായി വരികയും അത് പ്രൈമറി കീയായി നിർവചിക്കപ്പെടുകയും ചെയ്തു. ഇനി ഈ ഫയൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ പട്ടികയിലേക്ക് വിവരം നൽകാൻ ആവശ്യമായ ഒരു ഫോം രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ഇതിനായി 3ാമത്തെ ഓപ്ഷനായ ഫോംസിൽ ക്ലിക്ക് ചെയ്ത ശേഷം യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നാം നൽകിയ പട്ടികയിലെ വിവരങ്ങൾ ഓരോന്നും ഇടതുഭാഗത്തായി കാണാം. ഇതിനെ നമ്മുടെ ഫീൽഡിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന 2 ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിവരങ്ങൾ ഒന്നാകെ വലതുഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി കാണാം. അതല്ല, മുഴുവൻ വിവരങ്ങളും ആവശ്യമില്ലെങ്കിൽ ഏത് വിവരമാണോ ആവശ്യമുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തേക്ക് കാണുന്ന ഒറ്റ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ വലതുഭാഗത്ത് കാണുന്ന ഫീൽഡ്സ് ഇൻ ദി ഫോം എന്ന ഭാഗത്തേക്ക് മാറ്റുക. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അറേഞ്ച് കൺട്രോൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ ഫോമിന്റെ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ബട്ടൺ അമർത്തി ഇനി അപ്ലൈ സ്റ്റൈൽസ് എന്നതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കാം. ഇനി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നാം തയ്യാറാക്കിയ പട്ടികയിലേക്ക് വിവരം നൽകാൻ ആവശ്യമായ ഒരു ഫോം തയ്യാറായിരിക്കുന്നു. ഈ ഫോം ഉപയോഗിച്ച് നമുക്ക് ആ പട്ടികയിലേക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും.